നിങ്ങളെല്ലാവരും കണ്ടു കാണും മേജർ രവി ലൈവിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും ഈ ഒരു സംഭവം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വീഡിയോസിന്റെ കുറച്ച് ഭാഗം ഞാനിവിടെ വയ്ക്കാം. അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും 5 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ ഇതിനല്ല, ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ 71 വരയ്ക്കും ഞാൻ 5 സിനിമ ചെയ്തിട്ടുള്ളത്. കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. ഐ സ്വയർ. സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാൻ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം. കണ്ടില്ലേ പുള്ളിക്കാരൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, മോഹൻലാൽ എന്ന് പറയുന്ന ആള് ഈ ഒരു സിനിമയെ കണ്ടിട്ടില്ല എന്നാണ്. ഈ ഒരു സിനിമ കണ്ടില്ല, കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകി വിടുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തതല്ലേ ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും അങ്ങനെയാണെന്ന്. ഈ ഒരു 10-40 വർഷം കൊണ്ടും മോഹൻലാൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. അത് ഉറപ്പാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇയാള് സ്ക്രിപ്റ്റ് നേരെ കേട്ടിട്ടല്ലേ ഈ വർക്കൊക്കെ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പല രീതിയിലുള്ള ചിന്തകളാണ് എല്ലാവരുടെ മനസ്സിലൂടെയും പോകുന്നത്. നിങ്ങൾ ചെയ്ത സിനിമയിലെ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഈ സിനിമ, അതായത് എമ്പുരാൻ പുള്ളിക്കാരൻ കണ്ടെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ വന്നിരുന്ന് നിങ്ങളെ തള്ളുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും മോഹൻലാൽ പറയുന്ന ഒരു വീഡിയോ നമുക്ക് എന്തായാലും കാണാം. Coming to Empuran, like Priti said, we had a lot of obstacles. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. സോ കണ്ടല്ലോ, ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സിനിമ ഞാൻ കണ്ടതാണെന്ന്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ തള്ളി മറിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം അത് ഇന്നലെയാണ് വിമർശിക്കാൻ തോന്നിയത്. ഈ മേജർ രവി എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ ഫസ്റ്റ് ഷോ കണ്ട ആളാണ്. ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. ആ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെക്കാം. പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു 3ാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. കേട്ടല്ലോ, അതിൽ പറയുന്ന കേട്ടല്ലോ, വേറെ ലെവല് പടമാണ്. അപ്പോഴും ഇയാളുടെ മനസ്സിലോട്ട് ഈ ചിന്തയൊന്നും വന്നില്ല. ഈ ഗുജറാത്ത് കലാപവും ഒന്നും മനസ്സിലോട്ട് വന്നില്ല. എങ്ങനെ വരും? കാരണം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. പുറത്തിറങ്ങിക്കഴിഞ്ഞ് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ പിന്നെ സ്വന്തം പാർട്ടിക്കാരാണല്ലോ സപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയില്ല, അങ്ങോട്ട് തുടങ്ങി മെഴുകൽ. വന്നിരുന്ന എന്ത് മെഴുകലാണ്. എന്നിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ വൈറ്റ് വാഷ് ചെയ്യുന്നതല്ല എന്ന്. പിന്നെ ഇതെന്തോന്നാണ്, ഫസ്റ്റ് ഡേ കണ്ടിറങ്ങിയപ്പോൾ ഒരു അഭിപ്രായം, 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ അഭിപ്രായം. എങ്കിൽ ആ സമയത്ത് അത് രേഖപ്പെടുത്തണമായിരുന്നു. എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? ചുമ്മാ വന്നിരുന്ന് അങ്ങ് വൈറ്റ് വാഷ് ചെയ്തിട്ട് ഞാൻ വൈറ്റ് വാഷ് ചെയ്യുന്നതല്ലെന്ന്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേടിയുടെ കാര്യമാണ്. എന്താണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇവന്മാർക്ക് പേടിയില്ലാത്ത എന്തെങ്കിലും ഒരു സാധനമുണ്ടോ? സിനിമയെ പേടി, പാട്ട് പേടി, വരികൾ പേടി, ഡ്രാമ പേടി, നൃത്തം പേടി, എല്ലാം പേടിയാണ്. എന്തിനേറെ പറയുന്നത് ദീപിക പദുക്കോണിന്റെ ബിഗിനിയിൽ കാവി കളർ കണ്ടെന്നും പറഞ്ഞ് അതിനും പേടിയവന്മാർക്ക്. അങ്ങനെയുള്ളവന്മാരാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പം. ഇതിനും മുമ്പ് ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയത്തെ വലിച്ചു കീറുന്ന രീതിയിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഏറ്റവും എക്സാമ്പിൾ എല്ലാവർക്കും ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമ. അതിൽ എന്തോന്നാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു പാർട്ടിയെ അങ്ങ് കീറി വലിച്ച് ഇല്ലാണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആ കാലഘട്ടം എന്ന് പറയാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇതെല്ലാം രാഷ്ട്രീയം വിമർശിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ്. ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഇവരെ ഒരു 40 മിനിറ്റ് വിമർശിക്കുമ്പോൾ എന്താണ് ഇവർക്ക് പറ്റിപ്പോകുന്നത്? ഇവർക്ക് എന്തിനാണ് ഇത്ര പേടി? എല്ലാം അങ്ങ് സെൻസർ ചെയ്ത് കളയണം അവർക്ക്. അപ്പൊ ഇവരെ പറ്റി ഒരു രീതിയിലുള്ള നെഗറ്റീവ് നമുക്ക് സംസാരിച്ചുകൂടാ എന്നാണോ?
പേടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ടോ പേടി? വെറും 40 മിനിറ്റിന് താഴെ അത്രേ വരാൻ ചാൻസ് ഉള്ളൂ. ആ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടവർക്ക് മനസ്സിലാവും. ഇപ്പോഴും ആ ഒരു വെർഷൻ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച തൊട്ട് സെൻസർ ചെയ്ത് കളഞ്ഞിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വെർഷനാണ്. വെറും 40 മിനിറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു 40 മിനിറ്റിൽ അവിടെ എവിടെയും പറയുന്നില്ല ഇതൊരു ഗുജറാത്ത് കലാപമാണെന്നും ഒന്നും പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് ഇത്ര പേടി? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഈ ഒരു പാർട്ടിയെ മാത്രം സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേരള സ്റ്റോറി എന്നും പറഞ്ഞ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ, ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് എന്തോന്നാണ്, എല്ലാവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അവർ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചവരാണ് ഈ സിനിമ ഇങ്ങനെ. ഈ സിനിമയിലെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ടാണ് ഇവർ ഇത്രയും ട്രിഗർ ആയത്. എന്തോന്നടേ, ആ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത്. ഒരു മര്യാദ വേണ്ട. എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്നിട്ട് എല്ലാത്തിനും പേടി. പിന്നെ ഈ സിനിമയിൽ നാടിന് വേണ്ടി നല്ലത് ചെയ്ത ഒരാളെയൊന്നും അല്ല ആ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്കിൽ അങ്ങനെയെങ്കിലും പറയായിരുന്നു നല്ലത് ചെയ്തിട്ടാണ് ഈ രീതിയിൽ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. കൃത്യമായി ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇപ്പൊ ഇൻസ്റ്റയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ വെക്കാം. അപ്പം മനസ്സിലാവും ആ അതിൽ ചെയ്ത വില്ലൻ ക്യാരക്ടർ ഏത് രീതിയിലുള്ള ആളാണെന്ന്. ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. किसी को नहीं छोड़ा, पनपने नहीं चाहिए। मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से कुछ मारो, काटो, जलाना। कैसा लगता है जब मारते तो कैसा मजा आता है सब। उसको मार के आके घर पे सो गए। फिर नरेंद्र भी हमारे को संदेशा भेजा कि ठहर जाओ, मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने जज को भेजा, जज ने फाइल नहीं कुछ नहीं, बोले जा रहे ग्रैंड। तो उन्होंने जो 3 दिन का मोहलत दिया था, जो भी करना चाहो कर लो, 3 दिन के बाद में बंद कर दूंगा। കണ്ടല്ലോ, ബാബു ബജറംഗി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിൽ കാണിച്ചേക്കുന്നത്. അതിൽ ബാബ ബജറംഗി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പേര് വരെ മാറ്റണമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. സെൻസർ ബോർഡിൽ കൊണ്ടുപോകുമ്പോൾ ഈ പേര് വരെ മാറ്റി കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ എത്ര തവണ ആ പേര് പറയുന്നുണ്ടെന്നും അതെല്ലാം ഇനി സെൻസർ ചെയ്തായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത്. വേറെ പേര് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും അതിന്റെ പുതിയൊരു മാസ്റ്റർ വെർഷൻ വരുമ്പോൾ കാണാം അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഏകദേശം 17 ഭാഗങ്ങളാണ് വെട്ടിമാറ്റാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ആ സിനിമ ഇനി തിയേറ്ററിലോട്ട് വരുമ്പോൾ ഇനി ഏത് രീതിയിലാണ് എത്താൻ പോകുന്നതെന്ന്. കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരാളെയാണ് അവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഒരാളെ എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധിയായിട്ട് കമ്പയർ ചെയ്ത് വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ മഹാത്മാഗാന്ധിയുടെ കാര്യം ഇവിടെ പറയാൻ പറ്റൂലല്ലോ, കാരണം അറിയാലോ നിങ്ങൾക്ക്. ഈ വീഡിയോയിലെ ബാക്കിയിൽ പറയുന്നുണ്ട് അതിൽ ഏകദേശം 2 മണിക്കൂർ വധശിക്ഷ കിട്ടിയാലും 2 മണിക്കൂർ കിട്ടിയാലും ഏകദേശം 1 ലക്ഷം പേരെ ഞാൻ പിന്നെയും കൊല്ലും എന്ന് പറയുന്ന ഒരാളെ ഏത് രീതിയിൽ ചിത്രീകരിച്ച് വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്? നിങ്ങളെ പാർട്ടി എന്ന് അവിടെ എടുത്ത് പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേഷൻ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ അങ്ങ് തള്ളി വിടുന്നവരാണ്. ഇപ്പൊ എവിടെ പോയി അതൊക്കെ? ഉറങ്ങിയോ? എന്തായാലും മേജർ രവി ലൈവിൽ വന്ന് പറഞ്ഞതുപോലെ മോഹൻലാൽ പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ സോറി മെൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരു രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഈ കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനു സോറി പറഞ്ഞു എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയും മെനഞ്ഞാന്നും ആയിട്ട് എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് സപ്പോർട്ടാണ്. ആകെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് RSS, BJP എന്ന് പറയുന്ന പാർട്ടികൾ മാത്രമാണ്. സിനിമയായി കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത് നമ്മളെ ഉദ്ദേശിച്ച് മാത്രമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നവർക്ക് മാത്രമാണ് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത്. ഈ സിനിമയല്ല ആ ഒരു ഭാഗം. എന്നിട്ട് എന്തിനു സോറി പറഞ്ഞു? മോഹൻലാൽ ഓക്കെ, ആസ് ആൻ ആക്ടർ ഹീസ് ടോപ്പ് നോച്ച്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തിനാണ് വന്ന് സോറി പറഞ്ഞത്? സ്വന്തം വിലയാണ് ഇവിടെ കളയുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആർക്കൊക്കെയോ വിഷമം വന്നു എന്ന രീതിക്കൊക്കെയാണ് ഇട്ടേക്കുന്നത്. ആർക്ക് വിഷമം വന്നു എന്നാണ്? ഞാൻ സിനിമയായി കാണാൻ പറ്റാത്തവർക്ക് മാത്രമാണ് വിഷമം വന്നത്. പിന്നെ ആ പ്രത്യേകിച്ചുള്ള പാർട്ടി ഗ്രൂപ്പിന്, അല്ലാതെ വേറെ ആർക്കും ഇവിടെ ഒരു വിഷമവും ഇല്ല. മോഹൻലാൽ ഓക്കെ, പക്ഷെ അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് കൃത്യമായി നിലപാടും കാര്യങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അത്. അയാൾ വരെ അത് ഷെയർ ചെയ്തു. അപ്പം ഈ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഈ ആളുകളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരാരായി ഇപ്പം? പിന്നെ ആന്റണി പെരുമ്പാവൂർ എന്തായാലും ഷെയർ ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
മോഹൻലാൽ ചെയ്ത ഉറപ്പായിട്ടും ആ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ ചെയ്യും, ഷെയർ ചെയ്യും. പക്ഷെ ഒരിക്കലും ഞാൻ ഇത് പൃഥ്വിരാജ് എന്ന ഒരു ആളിൽ നിന്ന് അത് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ആകെ ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് വരെ മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ എന്താണോ അവിടെ ചെയ്തത് അത് ശരി എന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, ഈ വീഡിയോ ചെയ്യുന്നത് വരെയും പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടില്ല. മേ ബി ഇനി ചെയ്യുമായിരിക്കും, ചെയ്യാതിരിക്കാം. ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. ഒരാളെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സെൻസർ ബോർഡിനെ പറ്റിയാണ്. ഈ സെൻസർ ബോർഡിൽ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു കാര്യം ബാക്കിയുള്ളവരുടെ മുന്നിലോട്ട് എത്തൂ. അത് എന്തൊരു കഷ്ടം പിടിച്ച കാര്യമാണ്. ഇതിലെവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങൾ ചെയ്യണം എന്നാണോ? ഈ മേജർ രവി പുള്ളിക്കാരൻ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് അവിടെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന RSS കാരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ RSS വിമർശിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തുകൂടാന്നാണ്, അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ചെയ്തുകൂടാന്നാണ്. എന്ത് പേടിയാണോ എന്തോ ഇതൊക്കെ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പേടിയില്ലാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്.